ജീവനെതിരെ ഉയർന്നപ്പോൾ, അപകടങ്ങൾ ആയുസ്സിനെതിരെ വന്നപ്പോൾ, ജീവന് നേരെയുള്ള പോരാട്ടങ്ങൾ പ്രബലമായപ്പോൾ, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും, എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് ആ വർഷത്തിൻ്റെ മെയ് മാസം ദൈവത്തിന് സ്തോത്രം, ആദ്യത്തെ സൺഡേ കാണാൻ ദൈവം എനിക്ക് കൃപ തന്നത് എൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയുടെ കൂടുതലല്ല, എൻ്റെ രക്തത്തിൻ്റെ സവിശേഷതയല്ല, എൻ്റെ ജീനിൻ്റെ ബലമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു പകലായി പകൽ തീരണം. ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ഉയരുന്ന സ്തോത്രം നമുക്ക് അപമാനമല്ല, അത് നമുക്ക് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അകത്ത് ദൈവശക്തി അനുഭവിക്കുന്ന ദൈവമക്കളെ കണ്ടാൽ അറിയാം, അവരുടെ നാവിൽ അറിയാതെ സ്തോത്രം ഉയരും. മറ്റുള്ളവരെ ആരൊക്കെ സ്തോത്രം പറയാതെ മിണ്ടാതിരുന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് ബോധ്യമുള്ള ഒരു ദൈവ പൈതൽ ഇവിടെ ഇരിക്കുമ്പോൾ അവരറിയാതെ ദൈവസന്നിധിയിൽ സ്തോത്രം ഉയരുകയാണ്. സഭായോഗത്തിനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ നാവിൽ ഇന്ന് പകൽ ആരാധന ഉയരണം. ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ആരാധനയ്ക്ക് പല പടികളുണ്ട്. അതിൽ ഒന്നാമത്തെ പടിയാണ് അധരഫലം എന്ന സ്തോത്രയാഗം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ മിണ്ടാവൃതം അനുഷ്ഠിച്ച് അനങ്ങാപാറ നയത്തിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ആലയത്തിലോട്ട് കടന്നു വന്നപ്പോൾ നമ്മുടെ നാവിൽ അല്പ മിനിറ്റുകൾ അധരഫലമെന്ന സ്തോത്രയാഗം ഉയരണം. സ്തോത്രം കർത്താവേ, സ്തോത്രം. എൻ്റെ ആരോഗ്യത്തിനായി നന്ദി, എൻ്റെ ദാമ്പത്യത്തിനായി നന്ദി, എൻ്റെ തലമുറകൾക്കായി നന്ദി, എനിക്ക് തന്ന നന്മകൾക്കായി നന്ദി. വാ തുറന്ന് എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? അങ്ങനെ അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്ന ഒരു ദൈവ പൈതൽ ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിറയും. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിൽ സങ്കീർത്തനങ്ങൾ ഉയരും, നിങ്ങളുടെ നാവിൽ സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരും. അല്പ മിനിറ്റുകൾ ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതൻ കയറുന്നത് പോലെ ദൈവ തേജസ്സിൻ്റെ പെട്ടക സാന്നിധ്യം നിന്റെ കൺമുൻപിൽ നീ കാണും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അറിയാതെ ദൈവ തേജസ്സിന് മുൻപിൽ നൃത്തം ചെയ്ത് ആരാധിക്കും. അവിടെ കൃപാവരങ്ങൾ വെളിപ്പെടും, അവിടെ പ്രവചനവരങ്ങൾ വ്യാപരിക്കും, അവിടെ വെളിപ്പാടുകൾ ഉണ്ടാകും. ഇന്ന് പകൽ അർഹിക്കുന്ന അളവിൽ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരാവേശം തരണമെന്ന് കൊതിക്കുന്നവർ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, അർഹിക്കുന്ന അളവിൽ ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരാവേശം തരണമേ കർത്താവേ. ജന്മപ്രകൃതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജന്മപ്രകൃതി 10 കോഴിയെയും താറാവിനെയും ഉൾക്കൊള്ളുന്ന 5 മുട്ടകൾ വീതം ഒരു കോഴിയുടെ കീഴിൽ വെച്ച് വിരിപ്പിച്ചിട്ട് ഒരാറ്റ് തീരത്ത് കൊണ്ട് ഈ 10 കുഞ്ഞുങ്ങളെ, 5 കോഴിക്കുഞ്ഞുങ്ങളെയും 5 താറാവിൻ കുഞ്ഞുങ്ങളെയും കൂടെ വിട്ടാൽ കാണുന്നൊരു പ്രതിഭാസമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ കരയിലോട്ട് ഓടിക്കയറും, താറാവൻ കുഞ്ഞുങ്ങൾ ആറ്റിലേക്ക് നീന്താൻ ഇറങ്ങും. ആര് പഠിപ്പിച്ചു കൊടുത്തതാണ്? ഇത് ജന്മപ്രകൃതിയാണ്. എലിയെ നെല്ല് പൊളിക്കാൻ ക്ലാസ് എടുക്കണ്ട, ജന്മപ്രകൃതിയാണ്. കുരങ്ങിനെ മരങ്കേറ്റം നടത്താൻ ട്രെയിനിങ് കൊടുക്കണ്ട, ജന്മപ്രകൃതിയാണ്. വീണ്ടും ജനിച്ച ദൈവപൈതലിനോട് സ്തോത്രം പറയാൻ ക്ലാസ് എടുക്കണ്ട. അകത്തൊരു ജനനം നടന്നിട്ടുണ്ടെങ്കിൽ ആത്മാവ് ചിറകിട്ടടിക്കുന്ന ശബ്ദം ഹൃദയത്തിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന ദൈവമക്കൾ സൂചി വിഴുങ്ങിയതുപോലെ ഇരിക്കില്ല. അവർക്ക് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കണം. എല്ലാ നാവിൽ നിന്നും ആരാധനയുടെ ശബ്ദം ഉയരണം. ദൈവത്തിന് സ്തോത്രം. ഈ പകൽ പരിശുദ്ധാത്മാവ് ഒരാലോചന പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് വേഗം സഹോദരങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സ്ഥലം സഭയിൽ കർത്തൃ ശുശ്രൂഷയ്ക്ക് അധ്വാനിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവദാസൻ പ്രിയ എബി പാസ്റ്റർ, എനിക്ക് അദ്ദേഹം ഏറെ പ്രിയങ്കരനാണ്. ദൈവത്തിന് സ്തോത്രം. ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ തൻ്റെ സേവനവും തൻ്റെ പക്വമായ സമീപനങ്ങളും തൻ്റെ ശാന്തപൂർണമായിട്ടുള്ള ആശയവിനിമയങ്ങളും വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ
റാന്നിയിൽ മറക്കാൻ കഴിയാത്ത ആത്മബന്ധമുള്ള ഈ ദൈവഭൃത്യന് ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷ വഹിക്കുന്ന കാലഘട്ടം ഈ സഭയുടെ ചരിത്രത്തിലെ നിർണായക കാലമാകും. ഇതൊരു ഉണർവിൻ്റെ നാളുകളായി സഭയ്ക്ക് മാറ്റും. എൻ്റെ ദൈവം വൻ കാര്യങ്ങൾ തൻ്റെ ദാസനിലൂടെയും ദാസിയിലൂടെയും ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉപവാസ പ്രാർത്ഥന. എന്താണ് ഉപവാസ പ്രാർത്ഥന? ഉപവാസ പ്രാർത്ഥനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉപവാസ പ്രാർത്ഥന മുഖാന്തരമുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു വസ്തുത ദൈവമക്കൾ തിരിച്ചറിയുക. അനർത്ഥത്തെ വഴിമാറ്റാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അസാധാരണ ശക്തിയുണ്ട്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? അനർത്ഥത്തെ വഴിമാറ്റാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയും മുട്ടുമടക്കി കരയുന്ന ഒരു എസ്തേറും 72 മണിക്കൂർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കഴുകുമരത്തെ രാജരഥമാക്കത്തക്ക വിധം ശൂശൻ രാജധാനിയുടെ ചരിത്രത്തെ ദൈവം തിരിച്ച് കറക്കിയത് സത്യമാണെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഞാൻ നിയോഗത്തോടെ പറയാം, നിന്റെ കുടുംബം കടന്നു പോകുന്ന, നിന്റെ തലമുറ അഭിമുഖീകരിക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഉയർന്നിൽക്കുന്ന ചില അനർത്ഥങ്ങളെ വഴിമാറ്റാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും ഈ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്നും ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന ചില അനർത്ഥങ്ങൾ ചില വീടുകളിൽ നിന്ന് ആഴത്തിൽ ഒഴിഞ്ഞു മാറുമെന്നും ബോധ്യമുള്ള ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗം അത് ചെയ്തിരിക്കുകയാണ്. അത് ബോധ്യമുള്ളവർ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയുന്നു, ചില അനർത്ഥങ്ങൾ സഭയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നടക്കുകയാണ്. ചുവരോട് ചേർന്ന് കിടന്ന് മരണത്തിൻ്റെ അനർത്ഥം കൺമുൻപിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ച ഹിസ്കിയാവിന് മുൻപിൽ എൻ്റെ ദൈവം അനർത്ഥം വഴിമാറ്റിയ ദൈവമാണെങ്കിൽ, ഏലിയാവ് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് ആത്മാർത്ഥമായി കരഞ്ഞ സമയം ഒരു ദേശത്ത് വന്ന വരൾച്ചയുടെ കാലാവധിയെ എൻ്റെ ദൈവം മേഘപാളികൾ നിറച്ചുകൊടുത്ത് അനുഗ്രഹിച്ച ദൈവമാണെങ്കിൽ, തലമുറയുടെ ശൂന്യത നിമിത്തം ഒരു കുടുംബത്തിന് അന്യം നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഹന്നയുടെ നിലവിളിക്ക് മുൻപിൽ ആ കുടുംബത്തിന് ചരിത്രം എൻ്റെ ദൈവം മാറ്റിയത് യാഥാർത്ഥ്യമാണെങ്കിൽ, പത്രോസിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ ഹേരോദാവ് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ പത്രോസിൻ്റെ ചരിത്രം മാറ്റിയത് സത്യമാണെങ്കിൽ, കീഴ്ക്കൊഴൂർ സഭയോട് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വരാൻ ഇരുട്ടിൻ്റെ ശക്തികൾ കരുതി വച്ചിരിക്കുന്ന ചില മാരക അനർത്ഥങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ സ്വർഗം അഴിച്ചു മാറ്റുകയും അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ സഭയുടെ ചരിത്രത്തിൽ തുന്നിച്ചേർക്കത്തക്ക വിധം ദൈവകരം ഉയരുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഇതൊരു സാധാരണ പകലല്ല. ഈ ഉപവാസത്തിന്റെ ഒടുവിലത്തെ പകലിൽ ഉറപ്പായി ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ അനർത്ഥത്തെ വഴിമാറ്റാൻ ഉപവാസത്തിന് ശക്തിയുണ്ട്. ഗ്ലോറി ഹല്ലേലൂയ. 91 സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 91:10. എല്ലാവരും വേദപുസ്തകം എടുക്കണം, പ്രാർത്ഥനാപൂർവം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ തിരുവെഴുത്തിലേക്കൊന്ന് കടക്കാം. 91 സങ്കീർത്തനം 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എല്ലാവരും കൂടെ ചേർന്ന്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൻ്റെ മകൾ അത് വായിക്കുമ്പോൾ ഒന്നിച്ച് വായിക്കണം. ഒരു അനർത്ഥവും ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ വചനം അക്ഷരികമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ ജാഗരിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളാണ് ദിവസങ്ങളെങ്കിൽ, എൻ്റെ ദൈവം ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ ഒഴിമാക്കി മാറ്റുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ ആലയത്തിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട ദൂത് എന്താണെന്ന് എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയ നിയോഗം ഇതാണ്. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ
നാളുകളിൽ ഈ സഭയിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കുടുംബങ്ങളുടെ മീതെ വ്യാപരിപ്പാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ എൻ്റെ ദൈവ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റത്തക്ക വിധം ചില അടയാളങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങുന്നു. കീക്കൊഴൂർ സഭയുടെ ചരിത്രത്തിൽ അനർത്ഥങ്ങളെ വഴിമാറ്റുന്ന ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞങ്ങളത് കാണുകയാണ്. ദൈവദാസന് നേരെ, ഇവിടെയുള്ള ദൈവമക്കൾക്ക് നേരെ, ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാർക്ക് നേരെ, അവരുടെ ദാമ്പത്യ ജീവിതത്തിന് നേരെ, അവരുടെ കൗമാര സൗന്ദര്യത്തിന് നേരെ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന ചില മാരക അനർത്ഥങ്ങളെ ഈ പ്രാർത്ഥനാ മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ സ്വർഗം അഴിച്ചു മാറ്റുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സമയമാകുന്നതിന് മുൻപേ ചില കണ്ണുകളെ അടച്ചു കളയേണ്ടതിന്, ആയുസ് എത്തുന്നതിന് മുൻപ് ചില ജീവനുകളെ അവസാനിപ്പിക്കേണ്ടതിന്, ദൈവത്തിന് സ്തോത്രം, കാലഘട്ടം പൂർണ്ണമാകുന്നതിന് മുൻപ് ചില ആയുസിന്റെ ഓട്ടം തകർത്ത് കളയേണ്ടതിന്, ചില പ്രിയപ്പെട്ടവരുടെ നേരെ, ചില കുടുംബങ്ങളുടെ നേരെ ഉയർന്നു നിൽക്കുന്ന ചില മാരക വിപത്തുകളെ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ കരത്താൽ അഴിച്ചു മാറ്റി കഴിഞ്ഞു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് എൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ട് പറയണം, അത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പുറകിൽ ഞങ്ങൾ കാണുകയാണ് അനർത്ഥങ്ങളെ വഴിമാറ്റുന്ന ദൈവത്തിൻ്റെ കരം. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, നിങ്ങൾക്കറിയാം 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോകമഹായുദ്ധം 550 ലക്ഷം പേർ, 5.5 കോടി പേരാണ് കൊല്ലപ്പെട്ടത്. ആ കാലഘട്ടത്തിൻ്റെ ഒരു ഭീകര സ്വപ്നമായിരുന്നു ഹിറ്റ്ലർ. അദ്ദേഹം ഒരിക്കൽ ഫ്രാൻസിന്റെ ഒരു മേഖലയിൽ എത്തിച്ചേർന്നിട്ട് ഇംഗ്ലണ്ടിന് നേരെ കരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ബക്കിംഗ്ഹാം പാലസിൽ നാളെ വൈകിട്ട് എൻ്റെ ചായ കുടി. അത് കേട്ടവർ ഞെട്ടി വിറച്ചു. കാരണം അന്ന് ഹിറ്റ്ലർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് വള്ളിപ്പുള്ളി മാറാതെ സംഭവിക്കും. ഇത് റേഡിയോ സന്ദേശത്തിലൂടെ അറിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ സകല രാജകുടുംബത്തിൽ നിന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും രഹസ്യ താവളങ്ങളിലേക്ക് മാറ്റി. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ അസാധാരണ കാവലേർപ്പെടുത്തി. ഒടുവിൽ നിങ്ങൾ ഓർക്കണം, അന്നത്തെ രാജാവ് റേഡിയോ സന്ദേശത്തിലൂടെ ഇംഗ്ലണ്ടിന് ഒരു സന്ദേശം അയച്ചു. സകല ക്രിസ്തീയ കുടുംബങ്ങളും ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കട്ടെ, വിശുദ്ധ ബൈബിൾ കൈകളിലെടുക്കട്ടെ, അനർത്ഥത്തെ ദൈവം അഴിച്ചു മാറ്റും. ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളുടെ വീടിനെ ലക്ഷ്യം വെച്ച്, നിങ്ങളുടെ കൗമാരക്കാരായ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് ഉയർന്നു നിൽക്കുന്ന ചില മാരക അനർത്ഥങ്ങൾ, ചില കലണ്ടർ ഡേറ്റുകൾ കുറിച്ച് കാത്തിരിക്കുമ്പോൾ അവൻ ഒരുക്കിയ സകല പദ്ധതികളെയും പൊളിച്ചെഴുതാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് അനുഭവിച്ച ദൈവമക്കൾ പറയണം, അത് ചെയ്യാൻ ദൈവത്തിന്റെ കരം ഉയരുകയാണ്. അന്ന് രാത്രി 10 മണി ഹിറ്റ്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗം ഒരുമിച്ച് ആലോചനാ സദസ്സ് കൂടി. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നാളെ ഇംഗ്ലണ്ട് പിടിച്ചടക്കുക എന്ന വഴിയിൽ നിന്നും റഷ്യ പിടിച്ചടക്കുക എന്ന വഴിയിലേക്ക് നമുക്ക് തിരിയണം. കാലാവസ്ഥ മാറുന്നതിന് മുൻപ് റഷ്യ കീഴടക്കിയിട്ട് വേണം നമുക്കിവിടെ എത്താൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പിറ്റേ ദിവസം ഈ കുഞ്ഞിനെ ഒന്ന് നിയന്ത്രിക്കണേ, ആരുടെ ആണെന്ന് നമുക്ക് മക്കളെ ആരെങ്കിലും ഒന്ന് എടുത്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകണേ. മുൻപിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് മുൻപിൽ നിന്ന് കളിക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിച്ചാട്ടെ, ഈ പ്രത്യേക സമയത്ത് ദൈവത്തിന് സ്തോത്രം വളരെ വളരെ ഭയത്തോടെ കേൾക്കണേ. അവർ പറഞ്ഞു, നമുക്ക് റഷ്യയിലേക്ക് പോകാം. റഷ്യയിലേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് കാലാവസ്ഥ മാറി. മഞ്ഞുമലകളിൽ സൈന്യം അവസാനിച്ചു. തോറ്റതറിഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ ഭൂഗർഭ ബങ്കറിൽ ഇവാൻ ബ്രൗൺ എന്ന കാമുകിയോടൊപ്പം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ അവസാനം തൻ്റെയും കാമുകിയുടെയും ഡെഡ് ബോഡി കിട്ടിയാൽ ആളുകൾ അപമാനിക്കാതിരിപ്പാൻ ഒരു പെട്രോൾ കന്നാസ് തുറന്നു വെച്ച് അതിൽ തീ പടർത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ശവം പോലും ചാരമായി പോയി. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ?
പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു സത്യം തിരിച്ചറിയണം. ഈ പ്രാർത്ഥനയ്ക്ക് തീയുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയുണ്ട്. ഇരിക്കുന്നത് എവിടെയാണെന്നും ആർക്ക് കൊടുക്കാനാണ് എത്തിയിരിക്കുന്നതെന്നും ആത്മാർത്ഥമായ ചിന്ത ദൈവമക്കളെ ഭരിച്ചാൽ നിന്റെ ഭവനത്തിന് നേരെ ഉയരുന്ന അനർത്ഥങ്ങളെ ഇന്നത്തെ യോഗം ഈ 12:30 അവസാനിക്കുന്നതിന് മുൻപ് അഴിച്ചെടുക്കാൻ കഴിവുള്ള ദൈവകരമാണ് ഇതിനകത്ത് ആത്മാവിൽ ചലിക്കുന്നത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ഞങ്ങൾ സേവിക്കുന്ന ദൈവം സ്വർഗത്തിന്റെ കോണിൽ ഉറക്കം തൂങ്ങുന്ന ഒരപ്പൂപ്പനല്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇറങ്ങി വന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, എന്റെ ദൈവം അനർത്ഥം വഴിമാറ്റുന്ന ദൈവമാണ്. ശ്രദ്ധിക്കണേ, അനർത്ഥം എന്നാൽ എന്താണ്? നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. എന്താ വായിച്ചത്? ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. അനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? 2, അനർത്ഥത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 3, അനർത്ഥം ഭക്തന്മാർക്ക് സംഭവിക്കുമോ? 4, അനർത്ഥം വഴിമാറാൻ എന്ത് ചെയ്യണം? 5, അനർത്ഥം മറ്റൊരാൾക്ക് വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ സഭായോഗത്തിൻ്റെ ഒടുവിലത്തെ സമയം പ്രസംഗിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് സ്പർജൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ തന്നെയല്ല, സ്പർജൻ. ഒരിക്കലും ഒരു സഭായോഗത്തിൻ്റെ ഒടുവിലത്തെ സമയം പ്രസംഗിക്കാൻ കയറിയപ്പോൾ ചില ആളുകൾ ഗാഠനിദ്രയിലേക്ക്, നിദ്രാദേവിയുടെ തഴുകി തലോടലിൽ കണ്ണടച്ചടച്ചു പോകുന്നത് കണ്ടുകൊണ്ട് സ്പർജൻ ആമുഖം പറയാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ പെട്ടെന്ന് പുള്ളി വലിയ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, തീ 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 തീ. ആളുകളെല്ലാം എഴുന്നേറ്റ് പുറകോട്ട് നോക്കി. അപ്പം ശാന്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങ് ദൂരെ നരകത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ടെക്നിക്കൊന്നും ഇന്ന് പകൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ തോന്നൽ. ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അല്പം ഉറക്കമോ ക്ഷീണമോ വരുന്നവരെ ആരെയും കുറ്റപ്പെടുത്തില്ല. ഞാനും അങ്ങനെ ഉറങ്ങാറുണ്ട്. സ്തോത്രം. സ്വാഭാവികമാണ്. ശാരീരിക ബലഹീനതകളോ മരുന്നുകൾ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ഉറക്ക ഡിസോർഡറിന് 50 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും പ്രതീക്ഷിക്കാം, ഏത് പാസ്റ്റർക്കും ഉണ്ടാകും. പാവപ്പെട്ട ദൈവമക്കൾ ഇച്ചിരി ഉറങ്ങിയാൽ ഉടനെ അവരുടെ മണ്ടയിൽ പിശാചാണെന്ന് പറഞ്ഞ് കുതിര കയറുന്ന പരിപാടിയൊന്നും മാതൃകാപരമല്ല. സ്തോത്രം. പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശാന്തമായി അവിടെ നിന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ശല്യപ്പെടുത്തരുത്, അവർ ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി കാണണം. ഈ ഉറക്കത്തിൻ്റെ സുഖം എന്താണെന്ന് ഉറങ്ങിയവർക്കേ അറിയത്തുള്ളൂ. ഉറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് ഉറങ്ങാത്തവർക്കേ അറിയൂ. സ്തോത്രം. അതുകൊണ്ട് ആർക്കും ഉറക്കാസ്വസ്ഥത ഉണ്ടാകാം. അതുകൊണ്ട് അവരെ ഒന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെ ശ്രദ്ധിച്ചാട്ടെ, എന്താണ് അനർത്ഥം? സ്തോത്രം. നമ്മൾ കുറിവാക്യം ശ്രദ്ധിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, അനർത്ഥമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനതൊന്ന് വളരെ വിശദമായിട്ട് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ ഒരു പ്രധാന ഭാഷയാണ് അനർത്ഥം. അനർത്ഥത്തെക്കുറിച്ച് ഞാൻ ഡെഫിനേഷൻ പറയാൻ പോവുകയാണ്. എന്നോട് നിങ്ങൾ തിരിച്ചു പറയണം. ദൈവ സാന്നിധ്യമില്ലാത്ത ദുരന്തങ്ങളാണ് അനർത്ഥങ്ങൾ. ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ, എല്ലാവരും കൂടെ. എന്താണ് അനർത്ഥം? ദൈവ സാന്നിധ്യമില്ലാത്ത ദുരന്തങ്ങളാണ് അനർത്ഥങ്ങൾ. അനർത്ഥം എന്ന് പറയുന്നത് ആർക്കും സംഭവിക്കാം. പക്ഷെ അത് അനർത്ഥമെന്ന് പേര് കൊടുക്കണമെങ്കിൽ അത് ദൈവസാന്നിധ്യമില്ലാത്ത ദുരന്തമാകണം. ഞാൻ പറയാം, ഇയ്യോബിന്റെ കുടുംബത്തിൽ സംഭവിച്ച അതിഭയങ്കര ദുരന്തം, 10 മക്കളുടെ ഡെഡ് ബോഡി നിരത്തിയിട്ടിരിക്കുന്ന രംഗം, നഖം മുതൽ തലമുടി വരെ ബാധിച്ച മാരക രോഗം, ഒരർത്ഥത്തിൽ അത് ഒരു വലിയ അഗ്നിശോധനയാണ്. അനർത്ഥത്തിന്റെ കീഴിൽ വരുത്താൻ പറ്റില്ല. നിങ്ങൾക്കറിയാമോ, ഏറുകൊണ്ട് സ്തേഫാനോസ് മരിക്കുമ്പോൾ മുട്ടുകുത്തി പിടഞ്ഞു വീഴുന്ന സമയം അത് അനർത്ഥമല്ല, അത് പ്രതിഫലത്തിനായി കടന്നുപോയ പ്രമോഷനാണ്. കഴുത്ത് വെട്ടിമാറ്റാൻ പൗലോസ് ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ നിന്ന് 2.5 അടി പൊക്കമുള്ള കൽത്തൂണിൽ കഴുത്ത് മുറിഞ്ഞു വീഴുമ്പോൾ അത് അനർത്ഥമല്ല, അത് പ്രതിഫലത്തിനായി കടന്നുപോയതാണ്. ഒരു ദൈവപൈതലിന് രോഗം മുതൽ മരണം വരെ പലതുമുണ്ടായാലും അതിൻ്റെ പുറകിൽ അനർത്ഥമെന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷേ ശോധനകളാകാം. എന്നാൽ അനർത്ഥം എന്താണെന്നറിയാമോ? പറയാം. നിലത്തോട്ട് വാൾ വെച്ചതിന് ശേഷം അതിലോട്ട് വീണ്
ഒരുവൻ ആത്മഹത്യ ചെയ്തു. അയാളുടെ കഴുത്ത് ഒരാൾ വെട്ടിക്കൊണ്ടുപോയി. അയാളുടെ ഉടൽ ബേത്ശേമ്യർ നടന്നു വന്ന് രാത്രിയിൽ തോളിൽ ചുമന്ന് അവരുടെ ക്ഷേത്ര ചുവരിൽ തൂക്കി നിർത്തി. അയാളുടെ ആയുധവർഗം മറ്റൊരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ വെച്ചു. അനർത്ഥമാണത്. സിംഹാസനത്തിൽ ഇരുന്ന് ശീലോവിലെ കൂടാരത്തിന്റെ മുൻപിൽ വിശ്രമിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ദൈവദാസൻ പുറകോട്ട് വീണ് പെടലിയൊടിഞ്ഞ് സ്പൈനൽ കോഡ് തകർന്ന് മരിച്ചു. അനർത്ഥമാണത്. കതകും ഓടാമ്പലും പറിച്ചെടുത്ത് 300 കുറുക്കന്മാരെ വാലോട് വാൽ കെട്ടിവിട്ട് ശത്രുവിളകളെ നശിപ്പിച്ചവൻ ക്ഷേത്രത്തിൽ കണ്ണുകുത്തി പൊട്ടിക്കപ്പെട്ടവനായി മാവ് പൊടിച്ചുകൊണ്ട് പരിഹസിക്കപ്പെടുമ്പോൾ 2 തൂണുകളും വലിച്ചടുപ്പിച്ച് അവരോടൊപ്പം ആത്മഹത്യ ചെയ്തു. ശിംശോന്റെ അനർത്ഥമാണത്. ബാബിലോണി മേലങ്കിയും വെള്ളിക്കട്ടിയും പൊൻകട്ടിയും എടുത്ത് കല്ലേറേറ്റ് സ്തോത്രം ഒരുവൻ പൂർണ്ണ മരണത്തിലേർപ്പെട്ട് കൽക്കുന്നുകൂട്ടി ആഖോർ താഴ്വര. അനർത്ഥമാണത്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവപൈതലേ, സഹിക്കാൻ കഴിയാത്ത ചില പരിശോധനകൾ നിനക്ക് അനുവദിക്കുമ്പോൾ അത് അനർത്ഥമാകണമെന്നില്ല. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, ഇന്ന് പകൽ ആത്മവ്യാപാരത്തോടെ ഞാൻ ദൈവദാസൻ മുതൽ ഏറ്റവും പുറകിലിരിക്കുന്ന ദൈവമക്കൾ വരെയുള്ളവരുടെ ആത്മാവിൽ പറയാം, നിനക്കെതിരെ 7 മടങ്ങായി ചൂളയുടെ ചൂട് വർദ്ധിപ്പിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ കരിയുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? നീ കരിയുകയില്ല. നിന്നെ കടിച്ചു കീറാൻ ബാലസിംഹങ്ങൾ വായ് പിളർന്ന് നിന്നാലും എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നീ തിന്ന് തീർക്കപ്പെടുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സഹിക്കാൻ കഴിയാത്ത പോരാട്ടം വന്നാലും അനർത്ഥത്തെ ദൈവം വഴിമാറ്റും. അബ്ദൽ ഘടകന ദിഗനയ രഗൽ ഘടക രൗദര പ്രാർത്ഥിക്കു തുടങ്ങി. ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ പറഞ്ഞാട്ടെ, എൻ്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന ചില മാരക അനർത്ഥങ്ങളെ ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയ്ക്ക് മുൻപിൽ പ്രാർത്ഥനയിൽ ദൈവം അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ആത്മവ്യാപാരം അനുഭവിക്കുന്ന ദൈവപൈതലേ, നിന്റെ ശിരസിന് മീതെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിഴൽ വിരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ ഇരിപ്പിടത്തെ പൊതിയുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ അഗ്നി മുൾപ്പടപ്പിനെ കത്തി മൂടിയതുപോലെ ഇരിക്കുന്ന ഇരിപ്പിൽ ആരാധിക്കുന്ന നിന്റെ ശരീരത്തിന്റെ കോശങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വീടിന് നേരെ കരുതി വച്ചിരിക്കുന്ന ചില മാരക അനർത്ഥങ്ങൾ, അത് മന്ത്രവാദമായാലും, അത് ക്ഷുദ്രപ്രയോഗമായാലും, അത് ആഭിചാരമായാലും, അത് ഏലസായാലും, അത് തകിടായാലും, അത് ദുഷ്കർമ്മത്തിന്റെ നേർച്ച കാഴ്ചകളായാലും, ആരാധിക്കുന്ന നിന്റെ കുടുംബത്തെ അത് തൊടാൻ അനുവദിക്കാത്ത വിധത്തിൽ അനർത്ഥം വരുന്ന വേളയിൽ നിന്നെ തൊടാതിരിക്കത്തക്ക വിധം മറയ്ക്കുന്ന ദൈവത്തിന്റെ കാവലുണ്ട്. അനർത്ഥം ദൈവമക്കളുടെ മേൽ വരാൻ അനുവദിക്കാത്ത ദൈവം. ശ്രദ്ധിക്കണേ. ഈ നമ്മളിവിടെ ക്ഷേമത്തോടിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലോട്ട് നോക്കണം, അനർത്ഥമുണ്ടോ എന്ന്. ഞാൻ പേര് പറയാതെ ഒരു കുടുംബത്തെക്കുറിച്ച് പറയാൻ പോവാം. അത് കഴിയുമ്പോൾ നിങ്ങൾ പേര് പറയണം കേട്ടോ, ഏത് കുടുംബത്തിൻ്റെതാണെന്ന്. 48-ാമത്തെ വയസ്സ് അപ്പൻ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു. എത്രാമത്തെ വയസ്സ്? 48-ാമത്തെ വയസ്സ്. മൂത്ത മകൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് കത്തി വീണ് മരിച്ചു യൗവന പ്രായത്തിൽ. ഇളയ മകൻ ഒരു രാഷ്ട്രീയ പ്രചരണ യോഗത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച് ചിതറി വീണ് മരിച്ചു. അമ്മ അംഗരക്ഷകരുടെ വെടിയേറ്റ് അരിപ്പ പോലായി രക്തത്തിൽ കുളിച്ച് വസതിക്ക് മുൻപിൽ മരിച്ചു. ഏത് വീടാ? മനസ്സിലായി? ഒറ്റ വീട്ടിൽ ആയുസെത്താതെ 4 മരണം ഒന്നിനു പുറകെ ഒന്നായി നടന്നപ്പോൾ അതിൻ്റെ പേരാണ് അനർത്ഥം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. കൃപയാൽ ദൈവം നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നത് ഓർത്താൽ ഇങ്ങനൊന്നും സ്തോത്രം പറഞ്ഞാൽ പോരില്ല.
ഇതിനൊരു ദൈവദാസന്റെ സഭയുടെയും പ്രാർത്ഥന പുറകിലുണ്ടെന്ന് ആത്മാർത്ഥമായി ബോധ്യമുള്ള ദൈവമക്കൾ സൂചി വിഴുങ്ങിയതുപോലല്ല ദൈവസ്ഥൻ ഇരിക്കേണ്ടത്. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ കുടുംബത്തിന്മേൽ വരാനായിരുന്ന അനർത്ഥങ്ങളെ ചിലതിനെ അഴിച്ചു മാറ്റിയ ദൈവമേ, നിന്റെ കരുതലിന് നന്ദി എന്ന് പറയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം. ഓരോ കുടുംബങ്ങൾക്ക് സംഭവിച്ച അനർത്ഥങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ വിടുവിച്ച വിടുതലോർത്താൽ. ഈ ആലപ്പുഴ 1995 രാഹുൽ എന്ന ഒരു കൊച്ചു പൈതൽ വീടിൻ്റെ മുൻപിൽ കളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മോനെ രാഹുലേ എന്ന് പറഞ്ഞ് അമ്മ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. പെട്ടെന്ന് അവനെ കാണാനില്ല. വേഗം സ്തോത്രം അന്വേഷണം ആരംഭിച്ചു. അമ്മ അലറിക്കരഞ്ഞു. നാട്ടുകാർ മുഴുവൻ വീടിന് മുറ്റത്ത് തടിച്ചുകൂടി. എന്തിനേറെ സ്തോത്രം ഒരു പൊടി പോലും കണ്ടിട്ടില്ല. 95 സംഭവിച്ച സംഭവത്തിൽ ഇന്ന് 2026 മെയ് മാസം 1-ാം തീയതി ഒറ്റയാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ അപ്പൻ ഗൾഫിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു വന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്കും അദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു. മാനസിക സമനില അമ്മയ്ക്ക് തെറ്റി. അമ്മ ഒരു മുഴുഭ്രാന്തിയായി മാറി. വീടിന്റെ ഫ്രണ്ടിലത്തെ കതക് അർദ്ധരാത്രിയിൽ പോലും അടയ്ക്കാതെ എൻ്റെ മകൻ രാഹുൽ അവൻ ഓടിക്കയറി വരുമ്പം തടയപ്പെടാതിരിക്കാൻ ഈ കതക് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് ആലപ്പുഴ അമ്മ മനസ്സിന്റെ സമനില തെറ്റിയ മനോരോഗിയായി ആ വീട്ടിൽ കഴിയുക. രാഹുലിന്റെ ചെരുപ്പിന്റെ അറ്റം പോലും ഇന്ന് വരെ ഇത്ര വലിയ അന്വേഷണ വിദഗ്ധന്മാർ മാർക്കുന്ന രാജ്യത്ത് കിട്ടിയിട്ടില്ല. അനർത്ഥമുണ്ടോ? ഇങ്ങനെ ഇരിക്കെ നീയും നിന്റെ തലമുറകളും യാത്ര ചെയ്തപ്പോൾ എൻ്റെ ദൈവം അപകടത്തെ ഒഴിവാക്കി ജീവനെ പാലിച്ച ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ സഭായോഗത്തിലിരുന്ന് എത്ര ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കാമോ അത്ര ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിച്ചത് പറയണം, എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിന് അനർത്ഥം. ഞാൻ ഒരു സംഭവം പറയാം. നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവം. നമ്മുടെ രാജ്യത്ത് USA യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, ആളുടെ പരിധി കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ 2-3 മിനിറ്റുകളിൽ അലർട്ട് വരും. ഇന്ന കളറിലുള്ള ഡ്രസ്സുള്ള ഇന്ന പെൺകുട്ടിയെ കണ്ടിട്ടില്ല, കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, കാറുകളിൽ ശ്രദ്ധിക്കണമെന്ന്. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം പറയാൻ വരുന്നേ, നിങ്ങൾ ഞെട്ടും. ദൈവത്തിന് സ്തോത്രം. വടക്കേ ഇന്ത്യയിൽ ആഗ്രയുടെ മേഖലയിൽ, ആ മേഖലയിൽ ഒരു ചെറുപ്പക്കാരൻ രാത്രി 10 മണിയാകുമ്പോൾ ടാക്സി ഡ്രൈവറായി ഇദ്ദേഹം 60-ന് മുകളിൽ പ്രായമുള്ള അമ്മയുടെ അടുക്കൽ ഒരു മുറുക്കാമ്പൊതിയുമായി ചെല്ലാറുണ്ട്. ആ മുറുക്കാമ്പൊതി അമ്മയ്ക്കുള്ളതാണ്. അമ്മ ആ മുറുക്കാമ്പൊതി വാങ്ങിച്ച് ചവച്ചിട്ടേ കിടക്കത്തുള്ളൂ. അന്ന് രാത്രി 10 മണിയായി. രമേശ് വന്നില്ല. 11 വന്നില്ല. 12 1 മണിയായി, 2 മണിയായി. അമ്മ ഉറക്കളച്ച് കാത്തിരിക്കുക. അമ്മമാരെ അത് ചെയ്യൂ. വെളുപ്പിനെ 6 മണിയായി. അമ്മ ഇട്ട ഡ്രസ്സോടുകൂടെ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കതച്ചുകൊണ്ട് കയറി ചെന്നിട്ട് വൃദ്ധ പറഞ്ഞു, എൻ്റെ മോൻ രമേശ് ഇന്നലെ വന്നില്ല. അവനെനിക്ക് മുറുക്കാമ്പൊതിയുമായിട്ട് വരുന്നതാ, വരാതിരിക്കത്തില്ലവൻ. ഇന്നലെ രാത്രി അവൻ വന്നില്ല. പോലീസ് വെറുതെ ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ കാര്യമായൊന്നും കണ്ടെത്തിയില്ല. മുറുക്കാമ്പൊതി വാങ്ങിക്കുന്ന കടയുടെ വാതിക്കൽ ചെന്നിട്ട് മുറുക്കാമ്പൊതിക്കാരനോട് ചോദിച്ചു, ഇന്നലെ രാത്രിയിൽ രമേശ് വന്ന് മുറുക്കാമ്പൊതി വാങ്ങിച്ചിരുന്നോ? പറഞ്ഞു, വന്ന് വാങ്ങിച്ചിരുന്നു. വാങ്ങിച്ചിട്ട് തൊട്ട് മുൻപിൽ ഒരു ടാറ്റാ സുമോയുടെ അടുക്കൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടു. പിന്നെ എങ്ങോട്ട് പോയെന്നറിയില്ല. എന്തിനേറെ, സമാന സ്വഭാവത്തിൽ 107 കേസുകൾ കഴിഞ്ഞ അടുത്ത 2-3 മാസത്തിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷൻ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. അതും യൗവനക്കാരായ അരോഗദൃഢഗാത്രരായ ചെറുപ്പക്കാർ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ഉഗാണ്ടയിലെ കഥയല്ല, ഇന്ത്യയിലെ കഥയാണ്. 200-ലധികം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 100 കണക്കിന് ആളുകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ ആ മേഖലയിൽ മുതലക്കുളത്തിന്റെ ഭാഗത്തുകൂടെ ഒരാൾ പ്രഭാത സർവീസ് നടപ്പിന് പോവുക. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ടാറ്റാ സുമോ കൊണ്ടുവന്നിട്ടിട്ട് അതിൽ നിന്ന് മാംസാവശിഷ്ടങ്ങൾ മുതലക്കുളത്തിലേക്ക് ഒരാൾ വലിച്ചെറിയുന്നു. ഈ യാത്രക്കാരൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അതിൽ ഒരു മാംസാവശിഷ്ടം ഒരു മനുഷ്യന്റെ തലയായിരുന്നു. ഇന്ത്യയിലെ കാര്യം പറയുന്നത്. മുതല വെട്ടി വിഴുങ്ങുകയും ചെയ്തു. പെട്ടെന്ന് അയാൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ മനുഷ്യന്റെ തല വലിച്ചെറിയുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അത് ആ മുതലക്കുളത്തിലുണ്ട്. പോലീസുകാർ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇയാൾ കടന്നുപോയി കഴിഞ്ഞു. പോലീസുകാർ വന്ന് JCBയുടെ കൈകൊണ്ട് ഇതിനടി കോരിയെടുത്ത് കരയ്ക്കടുപ്പിച്ചപ്പം
അതിനകത്ത് മുഴുവൻ മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങളായ അസ്ഥിയും തലയോടുമാണ്. അതിൽ നിരത്തി DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരസ്ഥിയിൽ DNA തെളിഞ്ഞു. ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയുടെ മകൻ രമേശിൻ്റെ DNA. അന്വേഷണം ചെന്ന് നിന്നത് ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിന്റെ വാതിക്കൽ. നോക്കണം, പുറത്ത് നോക്കിയപ്പം സാധാരണ ഡോക്ടർ, ചെറിയൊരു ക്ലിനിക്ക്. പക്ഷെ ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഞെട്ടി. കോടികളുടെ പണമാണ് കയറി ഇറങ്ങിയിരിക്കുന്നത്. ഒടുവിൽ ഒരു വാർത്ത ഇന്ത്യയിലെ ഭരണ സമൂഹം അറിഞ്ഞു. എന്തെന്നറിയാമോ? ഇയാൾ അതേ അവയവ മാഫിയയുടെ തലവനാണ്. ഇന്ത്യയുടെ ഏത് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലുകളിലും കിഡ്നിയോ ലിവറോ എന്ത് സാധനങ്ങളോ കൃത്യമായി എത്തിച്ചു കൊടുക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാത്രിയിൽ ഒരു വേട്ടയ്ക്കിറങ്ങും. ടാറ്റ സുമോയുടെ ബൈക്കിൽ തയ്യാറാക്കിയിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ. ചെറുപ്പക്കാരോട് വെറുതെ കുശലം പറയും. അവർ കാറിനടുക്കലിരുന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ക്ലോറോഫോം മുക്കിയ തുണി കൊണ്ട് മുഖം മൂടിയിട്ട് മോഹാത്സ്യപ്പെടുത്തി അകത്ത് കയറ്റും. സെക്കൻഡുകൾ കൊണ്ട് പുറകോട്ട് മാറ്റി കഴുത്തു മുറിച്ച് ആന്തരിക അവയവങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കണ്ടെയ്നറിലൂടെ ഫ്രീസ് ചെയ്ത് നിമിഷ നേരം കൊണ്ട് എത്തിക്കേണ്ട ഫ്രീസിംഗ് സ്ഥലത്ത് എത്തിച്ച് ഇന്ത്യയിലെ വൻകിട ഹോസ്പിറ്റലുകൾക്ക് വിതരണം ചെയ്യുന്ന മാഫിയയുടെ പ്രധാനപ്പെട്ട ഏജന്റിനെ പിടിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നമ്മളാര് സുരക്ഷിതരല്ല. എന്നാൽ ദൈവം സൂക്ഷിക്കുന്നെങ്കിലേ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ ദൈവമക്കൾ. എല്ലാ ദൈവമക്കളും അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ ദൈവമക്കളുടെയും നാവിൽ നിന്ന് പ്രാർത്ഥന ശബ്ദമുയരട്ടെ. ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്, ഒരു കരം പോലും ഉയർന്നത് അത് താന്നിരിക്കരുത്. ആത്മാവിൽ ആരാധിക്കുന്ന കീക്കൊഴൂരിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന താവളങ്ങളിൽ കഴുകൻ കണ്ണുകളുണ്ട്. നമ്മുടെ ജനറേഷനുകളെ തകർത്ത് കളയാൻ വാദിക്കുന്ന വ്യാപാര ശക്തികളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഇത്രയും ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് നമ്മുടെ അന്യനാട്ടിലെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഉയർത്താൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. അഭിഷിക്തന്മാരെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് നൽകിയ നിയോഗത്താൽ ഈ സ്റ്റേജിൽ ദൈവദാസനെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ദൈവമക്കൾ ഒന്നിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ ലയിക്കുകയല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്ന മേഖലകളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കാവൽ വ്യാപരിക്കേണ്ടതിന് ഒരു നിമിഷം അന്യഭാഷയിൽ ശബ്ദമുയർത്തി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കൈമാറി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കുടുംബങ്ങളുടെ നേരെ വരുന്ന അനർത്ഥങ്ങളെ ഒഴിവാറ്റുന്ന ദൈവത്തിൻ്റെ കരം ഇവിടെ ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് ഈ പ്രാർത്ഥനയ്ക്ക് നിയോഗം തരികയാണ്. ദൈവദാസനെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കീക്കൊഴൂർ സഭയിലെ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ ജോലിയോടുള്ള ബന്ധത്തിലും ഉപജീവനത്തോടുള്ള ബന്ധത്തിലും പഠനത്തിലും പാർക്കുന്ന മേഖലകളിൽ അവർക്കെതിരെ ചാര കണ്ണുകളോടുകൂടെ വഞ്ചിക്കാനും തകർക്കാനും വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളെ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭ ഒന്നിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിയമരക്തത്തിന്റെ ശക്തിയാൽ അഴിച്ചെടുക്കുകയും ചില പ്രിയപ്പെട്ടവരുടെ അനർത്ഥങ്ങളെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ദൈവത്തിന് ആത്മാവ് റദ്ദാക്കുകയും ചെയ്യുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടട്ടെ. അസാധാരണമായ ദൈവ തേജസ്സിന്റെ മേഘം കീക്കൊഴൂർ ആരാധനാലയത്തിന് മീതെ നിഴൽ വിരിച്ചിരിക്കുന്ന ഈ പകൽ ചില തലമുറകളെ തകർത്ത് കളയേണ്ടതിന് പാതാള ശക്തികൾ ഒരുക്കുന്ന കണികളെ ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ എന്റെ ദൈവം അഴിച്ചു മാറ്റുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അധികാരത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നീ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമൈതലാണ്. നിന്റെ തലമുറയെ തൊടാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. നീ പ്രാർത്ഥനയിൽ ഉയർത്തുന്ന ദൈവശക്തിയുടെ പുറകിൽ അസാധാരണ അനുഗ്രഹം വ്യാപരിക്കുന്നു. രക്തത്താൽ ജയം. ദൈവദാസന്മാർ
ദാസന്മാരായ ഞങ്ങള് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക വെളിപ്പാടിന്റെ നിയോഗത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയുടെ വലയത്തിൽ നിന്ന് നമ്മുടെ തലമുറകളെ തല്ലി തകർത്ത് ചിലതിനെ കഴുകൻ കണ്ണുകളോടെ തകർത്തുകൊണ്ട് പോകത്തക്ക വിധത്തിൽ, റാഞ്ചിക്കൊണ്ട് പോകത്തക്ക വിധത്തിൽ ദൈവകൃപ പ്രാപിച്ച കുടുംബങ്ങൾക്കകത്ത് വാദിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ ആത്മാവിൽ ബന്ധിക്കുകയാണ്. ഈ സഭയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും തലമുറകളുടെ മേലും അസാധാരണ പ്രൊട്ടക്ഷൻ വ്യാപരിക്കട്ടെ. ദൈവിക സുരക്ഷയ്ക്കകത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ആത്മാവിൽ മറയ്ക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരുന്നാട്ടെ. അപ്പോൾ അനർത്ഥം യാഥാർത്ഥ്യമാണ്. ഇനിയും അനർത്ഥത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ക്ലോക്ക് നോക്കുമ്പോൾ സമയം അനുവദിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. 1, ഒരു വ്യക്തിയുടെ മേൽ പാപം ആധിപത്യം പുലർത്തിയാൽ അനർത്ഥം ആരംഭിക്കും. 2, ദൈവത്തിന് അർപ്പിച്ച വസ്തുക്കളെ കൈകൊണ്ട് സ്പർശിച്ച് അവകാശപ്പെട്ടാൽ അനർത്ഥമുണ്ടാകും. 3, ജന്മം തന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് മുഖാന്തരം ഒരുക്കിയാൽ അനർത്ഥമുണ്ടാകും. ഇതൊക്കെ വിശദീകരിക്കേണ്ട ഭാഗമാണ്, പ്രധാനമായിട്ട് പറയാം. സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം കർക്കശ സ്വഭാവമുള്ള ദൈവമാണ്. നാം ദൈവത്തെ ഭയപ്പെടണം. ഞാൻ ആരാധിക്കുന്ന ദൈവമക്കൾ പറയാം, നാം ദൈവത്തെ ഭയപ്പെടണം. നാം സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. ഒരു വാക്യം ഒന്ന് വായിക്കണേ. ആവർത്തന പുസ്തകം 31:17 വായിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. 31:17 വായിച്ചാട്ടെ. ആവർത്തനം 31:17 വേഗം വായിച്ചാട്ടെ. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായിത്തീരും. നിങ്ങൾ ആ പ്രയോഗത്തിന്റെ അടിയിൽ വരയിടണം. എന്താ നമ്മൾ വായിച്ച കുറിവാക്യം? ഒന്ന് പറഞ്ഞേ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. എന്നാൽ അടുത്ത വാചകം പറയുന്നു, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. വായിച്ചാട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാഞ്ഞിട്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന്? അങ്ങനാണെങ്കിൽ ഒരു വശത്ത് ദൈവം പറയുന്നു ഒരനർത്ഥവും എന്ന് പറഞ്ഞേ, ഒരനർത്ഥവും ഭവിക്കുകയില്ല. മറുവശത്ത് ദൈവം പറയുന്നു അനേക അനർത്ഥങ്ങൾ ഭവിക്കും. എന്താ കാര്യം? ഇത്രയേ ഉള്ളൂ. ദൈവവചനത്തിന്റെ വ്യവസ്ഥയെ ലംഘിച്ചാൽ സാധാരണക്കാർക്ക് വരുന്നതിനേക്കാൾ ഭക്തന്മാർക്ക് വരുന്ന കഷ്ടത ഭയങ്കരമായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ബൈബിൾ പ്രവചനത്തിന് നിവർത്തിയായി ബെനെ മനേഷെ എന്ന് പറയുന്ന ഒരു വിഭാഗം മണിപ്പൂർ മിസോറാം മേഖലയിൽ നിന്നും ഇസ്രയേലിലേക്ക് വണ്ടി കയറാൻ പാസ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. അതിലെത്ര പേരുണ്ടെന്നറിയാമോ അംഗങ്ങൾ? 2023 447 പേര് പോയി. സ്തോത്രം. 447 2022 അവസാനം കോവിഡിന്റെ കാലഘട്ടത്തിൽ പോയി. സ്തോത്രം. ഇപ്പൊ 6000 പേർക്ക് ആ പാസ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കാര്യം മറ്റൊന്നല്ല, കൊച്ചിയിൽ നിന്ന് എത്ര പേര് പോയി? 8000 പേര് പോയി. 8000 പേര്. യൂദത്തെരുവും മട്ടാഞ്ചേരിയും മാളയും, മാള എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മലഹ് എന്ന എബ്രായ ഭാഷയിൽ നിന്ന മാളയുണ്ടായത്. മലഹ് എന്നാൽ അമ്മയുടെ മാർവിടം, സുരക്ഷിത സ്ഥാനം. AD 70 ആക്രമണത്തിൽ പുറത്താക്കപ്പെട്ടപ്പോൾ മാർവിടമായി കയറി വന്ന് വിളിച്ച മാള. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് പോയി 8000. ഇനിയും ബോംബെയിൽ നിന്ന് പോയി ബെനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു പറ്റം ആളുകൾ. എത്ര പേര് പോയെന്നറിയാമോ? 80,000 പേര് പോയി.
എന്താ? ഈ വചനത്തിൽ മോശ ഒരു വാക്ക് പറഞ്ഞു, നീ സമയമാകുമ്പോൾ എൻ്റെ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വരുത്തുമെന്ന ദൈവത്തിൻ്റെ വചനം നിവർത്തിയാക്കിക്കൊണ്ട് അവർ ഇസ്രായേലിലേക്ക് ചേക്കേറുക. എന്നാൽ ഇതിന് നടുവിൽ ആ ചരിത്രത്തെ നിങ്ങൾ നോക്കണം. AD 70 ടൈറ്റസിന്റെ സൈന്യം യെരൂശലേമിലേക്ക് വന്നു. 13,56,000 അരിഞ്ഞു വീഴ്ത്തി. ടൈറ്റസ് ദേവാലയം പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കി നിർത്താൻ ശ്രമിച്ചു. പക്ഷേ കൽപ്പന തെറ്റിദ്ധരിച്ചവരുടെ അരക്കുബന്ധ പ്രയോഗത്തിൽ ദേവാലയം കത്തി. തുടർന്നുള്ള സ്തോത്രം ആ ഭീകര യുദ്ധത്തിൽ നിരപരാധികളുടെ ശരസറ്റ ജഡങ്ങൾ ഉരുണ്ടു. എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഞാൻ പറയാം. ഞെട്ടിപ്പിച്ച ഇതാണ്, ഈ സമയം 2 റോമൻ പടയാളികൾ യെരൂശലേമിന്റെ മതിൽക്കെട്ടിലേക്ക് ചാടിക്കയറി. അതിലൂടെ ഓടുമ്പോൾ ഒരു വീടിൻ്റെ വാതിക്കൽ, മതിൽക്കെട്ടിന് മുകളിലുള്ള ഒരു വീടിൻ്റെ വാതിക്കൽ ഒരു സ്ത്രീ ഇറച്ചി വറക്കുകയാണ്. ആ ഇറച്ചിയുടെ ഗന്ധം അസാധാരണ ഗന്ധമാണ്. ഓടിച്ചെന്ന് ഇവർ കുന്തം നിലത്തിട്ടിട്ട് ഈ സ്ത്രീയെ തള്ളി മാറ്റി ഈ ഇറച്ചി വാങ്ങിച്ച് കഴിക്കാൻ പിടിക്കുമ്പോൾ ഈ നിലത്ത് വീണ സ്ത്രീ എഴുന്നേറ്റ് വന്നിട്ട് അവിടെ തളർന്ന കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞ് കഴിക്കരുത്, കഴിക്കരുത്, ഒരു കാര്യം കാണിക്കാം, എന്നിട്ട് കഴിച്ചോ. നിങ്ങൾക്കറിയാമോ, ഇവരെ അകത്തോട്ട് കൊണ്ടുപോയി ആ മൂലയ്ക്ക് ഒരു വലിയ പാത്രത്തിൻ്റെ മേൽമൂടി പൊക്കി കാണിച്ചു. 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ശരീരത്തിലെ തുടയുടെ ഭാഗം മുറിച്ചെടുത്ത് അതാണ് വറക്കുന്നത്. ഇവൾ പറഞ്ഞ വാചകം, എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നോമന മോനെ, ഞാൻ നിന്നെ ആർക്കായി വളർത്തണം? വിശപ്പി അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ, നീ എനിക്ക് ആഹാരമായിരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നിട്ട് ഞാൻ അവനെ വറുക്കുകയായിരുന്നു. എൻ്റെ നിരാശയിലാണ്ട മനസ്സ് ഈ ക്രൂരതയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചു. നിങ്ങൾ ഇനിയും തിന്നുകൊള്ളുക. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, വാഗ്ദത്ത സന്തതി ഇതാണോ? എന്നാൽ ഈ പുസ്തകത്തിൽ എഴുതി, നീ എൻ്റെ പ്രമാണങ്ങളെ അവഗണിച്ചാൽ ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും തിരോധനത്തിലും നിന്റെ ഗർഭഫലമായി യഹോവ നിനക്ക് തന്ന പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ 2 കൈകളും ഉയർത്തിയിട്ട്, എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ദൈവഹിതം നഷ്ടപ്പെടുത്തി എന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. അവസാനിപ്പിക്കാൻ പോവുക. ആ 2 കൈകൾ ഉയർത്തിപ്പിടിച്ചേ. എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ദൈവഹിതം നഷ്ടപ്പെടുത്തി തലമുറകൾ നീണ്ടു നിൽക്കുന്ന അനർത്ഥങ്ങൾ ഏറ്റുവാങ്ങാൻ ഇടയാകരുതേ എന്ന് എല്ലാ ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, മോനെ, നമുക്കിത്രയും വസ്തുവൊക്കെ ഉണ്ട്, നീ ചുമതലയൊക്കെ വഹിക്കുക. ഒരു കാര്യം നീ ഓർത്തോണം, കാലത്തിൻ്റെ യാത്രയിൽ നീ മനസ്സിൽ ചിന്തിക്കും, നമുക്കിവിടുത്തെ ഒരു ഇച്ചിരി വസ്തു ഒരു സഭയുടെ രൂപീകരണത്തിന് കൊടുത്തിട്ട് അതിൻ്റെ മേലധികാരിയായി കുറേ വർഷങ്ങളിലൂടെ മരണം വരെ ഇരിക്കാമെന്ന്. കുഞ്ഞേ, ആലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ അല്ലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ശുശ്രൂഷ കഴിഞ്ഞിട്ട് പെട്ടകത്തിൻ്റെ മുന്നേന്ന് തേജസ് കണ്ട് ആരാധിച്ചൊഴിയുന്നത് പോലെ ഒഴിഞ്ഞോണം. ഒരിക്കൽ പോലും ആലയത്തോടും അതിനോട് ബന്ധപ്പെട്ടതിനോട് കൈവെക്കരുത്. കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോരണം. നിൻ്റെയോ നിൻ്റെ കുടുംബത്തിൻ്റെയോ പേരിൽ ഇതിൻ്റെ അനർത്ഥം വരരുത്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ഇത് തീയാണ്. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിയിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു എന്ന് പൗരോഹിത്യ കൗമ പോലെ ഇത് തീയാണ്. എൻ്റെ ദൈവമേ, എനിക്കോ എൻ്റെ കുടുംബത്തിനോ അനർത്ഥം വരുന്ന ഒന്നിലും എൻ്റെ കൈ കടത്താൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ആ കരം 2 ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യെസ്, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാവരും ഒരു നിമിഷം ദൈവസം എഴുന്നേറ്റേ ആ 2 കൈകൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്കോ എൻ്റെ കുടുംബത്തിനോ അനർത്ഥം വരുന്ന യാതൊന്നിലും ഇടപെടാൻ ഇടയാകാതിരിക്കുക. കരം ഉയർത്തിക്കോ ദൈവമക്കളെ, കരമൊന്ന് ഉയർത്തിക്കോ. എന്നെ വളരെ സ്നേഹിക്കുന്ന സഹോദരങ്ങളാണ് ഇവിടെയുള്ളത്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ യേശുവേ എന്ന് ബോധപൂർവ്വ ശബ്ദമുയർത്തി വാ തുറന്ന് പ്രാർത്ഥിക്കണം, വാ തുറന്ന് പ്രാർത്ഥിക്കണം. ശബ്ദമുയരട്ടെ. ശ്രദ്ധിക്കണേ, നമ്മുടെ സഹോദരൻ ശ്രദ്ധിക്കണേ. നമുക്ക് അബദ്ധം പറ്റും, അനർത്ഥം വരും. അബദ്ധം പറ്റുമോ?
ദാവീദ് ആരായിരുന്നു വെച്ചാ ദാവീദ് ആരായിരുന്നു? പക്ഷേ ജനത്തെ എണ്ണാൻ ഒരാഗ്രഹം അകത്ത് കയറി. ദൈവാത്മാവ് തടഞ്ഞില്ല. പക്ഷേ നിർബന്ധപൂർവം യോവാബിന് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ദൈവം പറഞ്ഞു, 3 കാര്യം മുൻപിൽ വയ്ക്കുന്നു. 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരും. ഞാൻ പറയുമ്പോൾ തന്നെ വിറയ്ക്കയാണ്. സ്തോത്രം. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴട്ടെ. ഒടുവിൽ സ്തോത്രം, ആ നിലവിളിക്ക് മുൻപിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അനർത്ഥം ചേക്കേറാൻ എൻ്റെ ഒരു പ്രവൃത്തിയും മുഖാന്തരമാകരുതേ. പ്രാർത്ഥിച്ചേ. ഇവിടെ ദൈവദാസൻ ശുശ്രൂഷിക്കുന്നു. ഇവിടെ ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുന്നു. പല സഭകൾക്കകത്തും ആഭ്യന്തര ഭിന്നതകൾ കൊണ്ട് വൈര്യവും പകയും ഉയരുന്നു. ഇതിന് നടുവിൽ കീഴ്ക്കൊഴൂർ സഭയിൽ എൻ്റെ തലമുറയിലേക്ക് പോലും ഒരനർത്ഥം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയരട്ടെ. എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ തലമുറയുടെ മേൽ ദൈവവ്യവസ്ഥ വിട്ടുപോയതിൻ്റെ ശിക്ഷാക്രമങ്ങൾ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഞാൻ കാണുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന പകലാണ് ഈ പകൽ. ദൈവത്തിന്റെ തേജസ് ഇവിടെ നന്നായി ജ്വലിച്ച് കത്തുകയാണ്. സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സകലരുടെയും ന്യായാധിപതിയായ കർത്താവിനും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും അടുക്കലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശക്തമായി ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളെ ആത്മാവിൽ ഒഴിവാക്കിക്കൊണ്ട് നിയമരക്തത്തിന്റെ പരിരക്ഷയിലേക്ക് കീഴ്ക്കൊഴൂർ സഭയെ കൈമാറി ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല ചില കുടുംബങ്ങളുടെ അവാന്തരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, ഈ സഭയുടെ അനർത്ഥങ്ങൾ ഒഴിയാതെയാണ്. പ്രാർത്ഥന തുടങ്ങിക്കോ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കു തുടങ്ങിക്കോ. ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ ഇതിന്റെ അടയാളം സ്വർഗം വെളിപ്പെടുത്തും. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കാവൽ വ്യാപരിക്കും. ചില അനർത്ഥങ്ങൾ സഭയ്ക്കകത്തു നിന്ന് ഒഴിഞ്ഞു മാറും. ചില മാരക രോഗങ്ങൾ ദൈവസഭയ്ക്കകത്തു നിന്ന് ആത്മമണ്ഡലത്തിൽ ഒഴിയും. ചില ലക്ഷണങ്ങൾ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ഇവിടെ ഉയരും. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിക്കാട്ടെ. ഇന്നത്തെ പകലത്തെ ആരാധനയ്ക്ക് നടുവിൽ എന്നോടാണ് ദൈവാത്മാവ് ഇടപെട്ടത്. അനർത്ഥത്തിന്റെ ചില സാധ്യതകളും ലക്ഷണങ്ങളും. കഴിഞ്ഞ ദിവസം ഞാനൊരാൾ പറഞ്ഞു, ഈ കൺപോളയുടെ അടിയിൽ ചെറിയൊരു നീര് കാണുന്നല്ലോ, അത് കിഡ്നി രോഗത്തിന്റെ സാധ്യതയാണ്. അറിയാവുന്നവർ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇന്ന രോഗമെന്ന് പറയും. പാസ്റ്ററെ, അറിയാത്ത ചില ലക്ഷണങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉയരുന്നു, എന്നാൽ എൻ്റെ വീട്ടിൽ അനർത്ഥങ്ങളുടെ കരമുയരരുത്. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഉപവാസ പ്രാർത്ഥന അവസാനിച്ച് ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കലണ്ടർ മാറ്റി മറ്റൊരു കലണ്ടർ ഇടുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഡേറ്റ് വെച്ച് ചെയ്യേണ്ടതിന് ഇരുട്ടിൻ്റെ ശക്തികൾ പ്ലാൻ ചെയ്ത ചിലതിനെ എൻ്റെ ദൈവം മാറ്റിയിട്ട് ചില വാഗ്ദത്വത്തിൻ്റെ പുത്തൻ കലണ്ടറുകൾ നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിൽ സ്ഥാപിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരമുയരുമെന്ന ബോധ്യത്തോടെ എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് പ്രാർത്ഥന വേണം. ഇന്ന് പകൽ എന്നോടാണ് ദൈവാത്മാവ് ഇടപെട്ടത്. അനർത്ഥങ്ങളെ വഴിമാറ്റുന്ന പ്രാർത്ഥന, അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റുന്ന പ്രാർത്ഥന. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ നിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. അനർത്ഥങ്ങൾ അനേക കുടുംബങ്ങളെ മൂടുമ്പോൾ, അനേക കുടുംബങ്ങൾക്കകത്ത് ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ ചേക്കേറുമ്പോൾ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിനകത്ത് ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ എളിയവൻ ആത്മനിയോഗത്തോടെ മറയ്ക്കുന്നു. ലക്ഷണങ്ങൾ കൊണ്ട് ഉയരുന്ന ചില പോരാട്ടങ്ങളുടെ ചരിത്രം മാറ്റിയിട്ട്
ഈ മാതാപിതാക്കളുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കത്തക്ക വിധം ചില അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കുടുംബങ്ങൾക്ക് നൽകണമേ. അടുത്ത ദിവസങ്ങളിൽ ഈ സഭയിൽ എഴുന്നേറ്റ് ഇന്ന് പകൽ അഴിഞ്ഞു മാറിയ ചില അനർത്ഥത്തിന്റെ സാക്ഷ്യങ്ങൾ ഉയരത്തക്ക വിധം ഈ ഉയർന്ന കരങ്ങളെ നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കയ്യേറ്റത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ.